മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് പട്ടയമേള പാണ്ടിപ്പറമ്പ് സെന്ററിൽ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീയുടെ കെ ഇനം ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിംഗ് കാർഷിക സർവകലാശാല സെൻട്രൽ ഹാളിൽ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തി മത്സരക്ഷമവും ലാഭകരവുമാക്കുമെന്ന് മന്ത്രി പി രാജീവ്. ചെറുകുന്ന് ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ 73ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും എൻഡോമെന്റ് വിതരണവും റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടനല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം മഹോത്സവം വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. മാടക്കത്തറ പഞ്ചായത്ത് പട്ടയമേള പാണ്ടിപ്പറമ്പ് സെന്ററിൽ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര അധ്യക്ഷനായി. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് സർക്കാർ അതിവേഗം നീങ്ങുകയാണെന്ന് മന്ത്രി രാജൻ പറഞ്ഞു. നവകേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ രൂപീകരിച്ച പട്ടയ മിഷനും പട്ടയ മിഷന്റെ ഭാഗമായ പട്ടയ അസംബ്ലികളും ഓരോ മണ്ഡലത്തിലെയും ഭൂരഹിതരെ കണ്ടെത്തി അവരുടെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിച്ചു വരുന്നതായും കേവല കൈവശ ഭൂമിക്ക് മാത്രമല്ല എല്ലാ ഭൂരഹിതരെയും കണ്ടെത്തി ഭൂമിയുടെ ഉടമകളാക്കി ഭൂരഹിതർ ഇല്ലാത്ത കേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം അകലെയല്ലെന്നും മന്ത്രി പറഞ്ഞു. പുല്ലാനിക്കാട്, AKG, സൂര്യനഗർ, പാണ്ടിപ്പറമ്പ് എന്നീ പ്രദേശങ്ങളിലെ 52 കുടുംബങ്ങളുടെ വർഷങ്ങളായി പട്ടയത്തിനായുള്ള കാത്തിരിപ്പിന് വിരാമമായി. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM അശോകൻ, സാവിത്രി രാമചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അംഗം PR സുരേഷ് ബാബു, JB ജോർജ് എന്നിവരും MM അവറാച്ചൻ, പ്രസാദ് പറേരി, VS സനൂപ് എന്നിവരും സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് സുകന്യ ബൈജു സ്വാഗതവും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP പ്രശാന്ത് നന്ദിയും അറിയിച്ചു. 68 പേർക്കാണ് പുതുതായി പട്ടയം ലഭിച്ചിട്ടുള്ളത്. രണ്ടാം ഘട്ടം എന്ന നിലയിൽ പാണ്ടിപ്പറമ്പ് പ്രദേശത്തെ കുടുംബങ്ങൾക്കും മലയോര മേഖലയിലെ അർഹരായവർക്കും ഇന്ന് പട്ടയം വിതരണം ചെയ്യും. വർഷത്തിലധികമായുള്ള പോരാട്ടത്തിന്റെ ഫലം നേടിക്കൊടുത്തത് ശ്രീ കെ രാജൻ അവറുകളാണ്. ഒരു തുണ്ട് ഭൂമി എന്ന മോഹവും ജനിച്ചു വളർന്ന മണ്ണിന് കൈവശരേഖ പഞ്ചായത്ത് പട്ടയമേള ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നു. ഇന്നത്തെ പട്ടയമേളയുടെ വിശദാംശങ്ങൾ നിങ്ങളോട് സൂചിപ്പിച്ചു. കേരളത്തിൽ ഭൂരഹിതരില്ലാത്ത മനുഷ്യരുണ്ടാകരുത് എന്നാഗ്രഹിച്ച് ഭൂരഹിതരില്ലാത്ത കേരളത്തിന് വേണ്ടി കഠിനമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ നടുവിലാണ് നമ്മുടെ ഗവൺമെൻറ് നിൽക്കുന്നത്. ഫെബ്രുവരി 24-നും 26-നും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള 2 ചടങ്ങുകൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. ഫെബ്രുവരി 24-ന് പൂജപ്പുരയിൽ വെച്ച് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഞങ്ങളുടെ എല്ലാ സാന്നിധ്യത്തിൽ തലചായ്ക്കാൻ കൂരയില്ലാത്ത കേരളത്തിലെ 5 ലക്ഷത്തോളം മനുഷ്യർക്ക് വീട് നിർമ്മിച്ചു കൊടുത്തതിൻ്റെ ഔപചാരികമായിട്ടുള്ള പ്രഖ്യാപനം നടത്തുകയുണ്ടായി. കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും അഭിമാനകരമായ ഒരു അധ്യായം. 5 ലക്ഷം വീടുകൾ പൂർത്തീകരിച്ചതെങ്കിൽ 6,16,000 വീടുകളുമായി കുടുംബങ്ങളുമായി എഗ്രിമെൻറ്റും ഇതിനകത്ത് വെച്ചു തീർന്നു. ഫെബ്രുവരി 26-ന് തൃശ്ശൂരിൽ കേരളത്തിൽ ഈ ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വന്നതിന് ശേഷം ഭൂരഹിതരായിട്ടുള്ള മനുഷ്യർക്ക് ഭൂമി കൊടുത്തതിൻ്റെ എണ്ണം 4,56,689 എന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത അംഗങ്ങളെയൊക്കെ നോക്കി ആര് മന്ത്രിയായിട്ടും മുഖ്യമന്ത്രിയായിട്ടും എന്തു കാര്യം, തമ്പുരാനെ മരിച്ചാൽ കുഴിച്ചിടാൻ 6 അടി മണ്ണ് സ്വന്തമല്ലല്ലോ എന്ന് പദം പറഞ്ഞ് പ്രാർത്ഥിച്ച് കരഞ്ഞ് അപേക്ഷ കൊടുത്ത് വഴിക്കണ്ണുകളുമായി കാത്തിരിക്കുന്ന 1ഉം 2ഉം 10ഉം 10,000-വുമല്ല 4,56,689 കുടുംബങ്ങൾ ഭൂമിയുടെ അവകാശികളായി എന്ന മാജിക്കാണ് യഥാർത്ഥത്തിൽ റവന്യൂ വകുപ്പ് കാഴ്ചവെച്ചത്. ഇവിടെ സുകന്യയും പ്രിയപ്പെട്ട സണ്ണിയുമൊക്കെ ആമുഖ പ്രസംഗത്തിൽ സൂചിപ്പിച്ച പേരുകൾ എല്ലാവരും ചേർന്ന് ഇങ്ങനെ ഒരു പ്രശ്നം 50 വർഷക്കാലമായി
നമ്മുടെ ഈ മേഖലയിലുണ്ട് എന്ന വാർത്ത വന്നപ്പോൾ, എന്ന അപേക്ഷയുമായി വന്നപ്പോൾ ഞങ്ങളെല്ലാം പരിശോധിച്ചിട്ടും ഏതെങ്കിലും വിധത്തിൽ വഴിയില്ലാതെ ഒരു സ്തംഭനാവസ്ഥയിൽ കടന്നിരുന്ന അനുഭവം നമ്മുടെ മുമ്പിലുണ്ടായി. എന്നാൽ ആ കാര്യത്തിൽ റവന്യൂ വകുപ്പിൻ്റെ മന്ത്രി എന്ന ചുമതല കൂടി ഉള്ളതുകൊണ്ട് ജില്ലാ കളക്ടറും തഹസിൽദാരും എല്ലാ ഡെപ്യൂട്ടി കളക്ടറും എല്ലാം ചേർന്ന്, സാധാരണ ആളുകൾ പറയും മനുഷ്യൻ്റെ ജീവിതമാണ്, വരുന്നിടത്ത് കാണണം, നിയമങ്ങളും ചട്ടങ്ങളുമൊക്കെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിന് സഹായകരമായിട്ടുള്ള നിലപാടെടുക്കാനാണ്, അതെല്ലാം മനുഷ്യനിർമ്മിതവുമാണ്. ഞാൻ എപ്പോഴും എൻ്റെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരോട് പറയാറുണ്ട്, നിയമങ്ങളും ചട്ടങ്ങളും മനുഷ്യനെ സഹായിക്കാനുള്ള കിതാബുകളാണ്, പുസ്തകങ്ങളാണ്, രേഖകളാണ്. അത് ചെകുത്താനെ പേടിപ്പിക്കുന്ന കുരിശു പോലെ എടുത്ത് കാണിക്കാനുള്ള അടയാളപ്പെടുത്തലല്ല, അത് മനുഷ്യൻ അനുകൂലമായി വായിക്കലാണ് ഏറ്റവും പ്രധാനം. അടുത്തത് കൊറ്റിക്കൽ വീട്ടിൽ സാവിത്രി ടി കെ. കൊറ്റിക്കൽ വീട്ടിൽ സാവിത്രി ടി കെ. വേലായുധൻ കെ എം ദേവയാനി. അടുത്തത് കൂവപ്പറമ്പ് വീട്ടിൽ പുരുഷൻ കെ എം സുജാത. കൂവപ്പറമ്പ് വീട്ടിൽ പുരുഷൻ രവി. കൊറ്റിക്കൽ വീട്ടിൽ രാമൻ മകൻ രവി. കെ കെ സുജിത. കൊറ്റിക്കൽ വീട്ടിൽ രമേശ് കെ കെ സുജിത. അടുത്തത് കൊറ്റിക്കൽ വീട്ടിൽ അരുൺകുമാർ കെ കെ അർച്ചന അരവിന്ദ് കെ. കൊറ്റിക്കൽ കുടുംബശ്രീയുടെ കെ ഇനം ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിംഗ് കാർഷിക സർവകലാശാല സെൻട്രൽ ഹാളിൽ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീയുടെ ജില്ലയിലെ സംരംഭകർ കെ ഇനം എന്ന പുതിയ ബ്രാൻഡിൽ തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിംഗ് വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിൽ നടന്നു. വിവിധ രാജ്യങ്ങളിലെ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും സ്വായത്തമാക്കിയ നൂതന ടെക്നോളജികൾ ഉപയോഗിച്ച് കുടുംബശ്രീ സംരംഭകർ തയ്യാറാക്കിയ കാർഷിക ഉൽപ്പന്നങ്ങളാണ് കെ ഇനം എന്ന ഏകീകൃത ബ്രാൻഡിനു കീഴിൽ അണിനിരത്തിയിരിക്കുന്നത്. കൊണ്ട് ഉണ്ടാക്കുന്ന ഒരാളാണ് മന്ത്രി, മനുഷ്യനാണ്. 5 വർഷക്കാലത്തേക്ക് മന്ത്രിയാകാൻ ചുമതല കിട്ടിയാൽ മന്ത്രിയാകും, DMC ആകാൻ ചുമതല കിട്ടിയാൽ DMC ആകും, ജില്ലാ പഞ്ചായത്ത് മെമ്പറാകാൻ ചുമതല കിട്ടിയാൽ അതാകും. മനുഷ്യനായി ജീവിക്കാൻ പറ്റുക എന്നതിനേക്കാൾ വലിയ അത്ഭുതങ്ങളൊന്നുമില്ല. ഞാൻ അവിടേക്ക് എത്തിച്ചേർന്നപ്പോൾ ഒരു ചേച്ചി അകലെ നിന്ന് ഒരു മുദ്രാമോദരം കാണിച്ച് എന്നെ വിളിച്ചു. എനിക്ക് പെട്ടെന്ന് മനസ്സിലായി അത് ലത ചേച്ചിയാണ്. ലത ചേച്ചിയുടെ ഭർത്താവും മകനും ഈ ഉരുളിൽ നഷ്ടപ്പെട്ടു. അവർക്കൊരു മകൾ മാത്രമേ ഉള്ളൂ. ഒരു ദിവസം റിപ്പോർട്ടറിലെ അരുണുമായി നടത്തിയ ഒരു സംഭാഷണത്തിനിടയിൽ അവർ പറഞ്ഞു, എൻ്റെ ഭർത്താവ് മരണപ്പെട്ട നേരത്ത് കയ്യിലൊരു മോതിരം ഇട്ടിരുന്നു, അതെനിക്ക് തിരിച്ചു വേണം. ഭർത്താവ് ലതയുടെ കയ്യിലിട്ട് കൊടുത്തിരിക്കുന്ന മോതിരത്തിലായിരിക്കും ഭർത്താവിൻ്റെ പേരുണ്ടാവുക. ലത ചേച്ചി അങ്ങോട്ട് ഇട്ട് കൊടുത്ത മോതിരത്തിൽ ലത ചേച്ചിയുടെ പേരാണ്. അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു ഹിന്ദു സങ്കല്പത്തിലെ താൽക്കാലിക മോതിരമാറ്റം ചടങ്ങ്. അവർ പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ കയ്യിലുള്ള മോതിരമെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടും, അതെനിക്ക് വിൽക്കാനല്ല, ഉരുക്കി വേറെ ആഭരണം പണിയാനല്ല, പണയം വയ്ക്കാനല്ല, മകൾക്ക് കൊടുക്കാനല്ല, ചേട്ടൻ്റെ ഓർമ്മ ജീവിതാവസാനം വരെ എൻ്റെ കയ്യിലുണ്ടാകാൻ ആ മോതിരം എനിക്ക് വേണം. പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തി മത്സരക്ഷമവും ലാഭകരവുമാക്കുമെന്ന് മന്ത്രി പി രാജീവ്. തൃശൂർ സഹകരണ സ്പിന്നിംഗ് മില്ലിന്റെ നവീകരണ പൂർത്തീകരണവും പുനഃപ്രവർത്തനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വൈദ്യുതി കുടിശ്ശിക മാത്രമായി 23 കോടി രൂപ മില്ലിന് അനുവദിച്ചു. 2.5 കോടി രൂപയുടെ ഗ്രാറ്റുവിറ്റി ഉടൻ വിതരണം ചെയ്യും. 3 വർഷമായി ലേ ഓഫിലായിരുന്ന വിരിപ്പാക്ക മിൽ ഘട്ടം ഘട്ടമായി നവീകരണ പ്രവർത്തികൾ പൂർത്തിയാക്കി തുറന്നു. സംസ്ഥാന സർക്കാർ 30 കോടി രൂപ ചിലവഴിച്ച് ആധുനികവൽക്കരണവും നവീകരണ പ്രവർത്തനങ്ങളും നടപ്പിലാക്കി. മില്ലിന്റെ പേരിലുണ്ടായിരുന്ന 23 കോടി രൂപയുടെ വൈദ്യുതി കുടിശ്ശിക സർക്കാർ ഏറ്റെടുത്ത് ഒഴിവാക്കി. റവന്യൂ റിക്കവറി കേസുകളും തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതികളും കളക്ടർ ലഭ്യമാക്കി. റദ്ദാക്കപ്പെട്ട GST രജിസ്ട്രേഷന് പകരം പുതിയ രജിസ്ട്രേഷൻ എടുത്തു. മേൽക്കൂര നവീകരണം, ജലസ്രോതസ്സുകൾ വൃത്തിയാക്കൽ, തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോമ്പൗണ്ടും പരിസരവും വൃത്തിയാക്കൽ, വൈദ്യുതി അറ്റകുറ്റപ്പണികൾ, കണക്ഷൻ ലഭ്യമാക്കൽ, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കൽ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. ചടങ്ങിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷനായി. ആലത്തൂർ പാർലമെന്റ് അംഗം K രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, BPT എക്സിക്യൂട്ടീവ് ചെയർമാൻ K അജിത് കുമാർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു.
സ്പിന്നിംഗ് മിൽ ചെയർമാൻ KS കൃപകുമാർ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് EN ശശി, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TV സുനിൽകുമാർ, ടെക്സ്ഫെഡ് ചെയർമാൻ PK മുകുന്ദൻ, സ്പിന്നിംഗ് മിൽ ഡയറക്ടർ NK പ്രമോദ് കുമാർ, വ്യവസായ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ K സാബു ആന്റണി, മാനേജിംഗ് ഡയറക്ടർ എബി തോമസ് എന്നിവർ പങ്കെടുത്തു. അപ്പോൾ ചില തൊഴിലാളികൾ പറയുന്നത് ഞങ്ങൾക്കുള്ള കാശ് ആദ്യം തന്നാൽ കുറേ കൂടി സന്തോഷമായിരിക്കും. നമ്മളിത് മൊത്തം അടച്ചു പോകാൻ തീരുമാനിച്ചെങ്കിൽ ഈ കാശ് വെച്ചിട്ട് ഇതിന് ഇരട്ടി കൊടുക്കാം. അവരൊക്കെ അവർ കാശും കൊടുത്തിട്ടില്ല, നേരെ പോവാണ്. നമ്മളിതിന് വേണ്ടാന്ന് വയ്ക്കുകയാണെങ്കിൽ ഇത്രയും മുടക്കേണ്ട കാര്യമില്ല. എല്ലാ തൊഴിലാളിക്കും ലേ ഓഫിൻ്റെ ഫുൾ ശമ്പളം, ലേ ഓഫും നോക്കേണ്ട, എല്ലാം കൊടുത്ത് ശരി ഇത് അവസാനിപ്പിച്ചിരിക്കുന്നു പറഞ്ഞാണ് ഹാപ്പി ആകുന്ന ആളുകൾ ട്രേഡ് യൂണിയൻ രംഗത്തുണ്ടെങ്കിൽ അവരെ ഹാപ്പിയാക്കാൻ ഗവൺമെൻറ് ഉദ്ദേശിച്ചിട്ടില്ല. കാരണം ഇത് തുറന്ന് പ്രവർത്തിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അതിലെല്ലാവരും യോജിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയധികം വൈദ്യുതി കുടിശ്ശിക നമ്മൾ എഴുതി തള്ളിയത്. മൊത്തം നോക്കുമ്പോൾ 67,31,00,000 സ്പിന്നിംഗ് മില്ലുകൾക്ക് മൊത്തം. അതിൽ 23 കോടിയും നിങ്ങളുടെ ബാധ്യത തീർക്കാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ സർക്കാർ അടയ്ക്കേണ്ടതല്ല PF ESI. ഇവിടെ നോക്കുമ്പോൾ 2011 മുതലുള്ളത് ഇങ്ങനെ PF ഗ്രാറ്റുവിറ്റിയൊക്കെ തീർക്കുകയാണ്. അത് തീർക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ മൊത്തം കൊടുത്തതിൽ 1.5 കോടി ഇവിടെ ചെലവഴിച്ചു കഴിഞ്ഞു. 76 പേരുടെ അവർ ഈ പിരിഞ്ഞു പോകുന്ന തൊഴിലാളി സംബന്ധിച്ചാണ് ദുഃഖകരമാണ്. ഇത്രയും കാലം പണിയെടുത്ത് പോകുമ്പോൾ കയ്യിൽ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും ചില കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവുക. വെറും കയ്യോടെ പോകേണ്ടി വരുന്ന അവസ്ഥ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ആ ഉത്തരവാദിത്വം കൂടി ഗവൺമെൻറ് ഏറ്റെടുത്തു. ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഏറ്റെടുത്തിട്ട് 76 പേരുടെ കൊടുത്തു. ഇനിയിപ്പോൾ 2.5 കോടി കൂടി നമ്മളിപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. അത് റിലീസ് ചെയ്ത് വരുമ്പോൾ ബാക്കിയുള്ളവരുടെയും ഗ്രാറ്റുവിറ്റി EF കുടിശ്ശികകൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. ചെറുകുന്ന് ഗവൺമെന്റ് LP സ്കൂളിന്റെ 73ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും എൻഡോമെന്റ് വിതരണവും റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലേക്ക് വീണ്ടും ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 1 കോടി രൂപ അനുവദിച്ചതിനെക്കുറിച്ചും നടപടിക്രമങ്ങൾ മുന്നോട്ടു പോകുന്നതിനെക്കുറിച്ചും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി റജി അധ്യക്ഷത വഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് മുഖ്യാതിഥിയായി സംബന്ധിച്ചു. സ്റ്റാഫ് സെക്രട്ടറി PV ഓമന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രധാന അധ്യാപിക ജീന തോമസ് സ്വാഗതവും PTA പ്രസിഡന്റ് KC സനൂപ് നന്ദിയും അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം കാവ്യ രഞ്ജിത്ത്, പുത്തൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ പ്രിയങ്ക സനീഷ്, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS അഖിൽ, പുത്തൂർ പഞ്ചായത്ത് അംഗങ്ങളായ KV സജു, VR രമേശ്, ഒല്ലൂക്കര BRCB PC ഫേബ K ഡേവിഡ്, SMC ചെയർമാൻ TM സുമൻ, MPTA പ്രസിഡന്റ് രശ്മി സതീഷ്, വിരമിച്ച പ്രധാന അധ്യാപികമാരായ KK സുശീല, CC മേരി, സ്കൂൾ ലീഡർ KN നിതായ് എന്നിവർ സംസാരിച്ചു. അധ്യാപകർ, അനധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, പൂർവ്വ അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. വിവിധ മത്സരങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥിനികളെയും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. സത്യത്തിൽ ഞാൻ ആലോചിക്കുകയാണ്, നമ്മുടെ ഒരു മലയോര മേഖലയിലെ കോടി എന്ന് പറഞ്ഞാൽ എന്താ? മരിക്കണ നേരത്ത് പുതപ്പിക്കണ മൽമൽ കൊണ്ടാണ് നമ്മൾ ഈ കോടി എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെട്ടത്. നമുക്ക് കോടിക്കൊന്നും ഒരു കഥ ഉണ്ടായിരുന്നില്ല. കോടി നമുക്ക് അടുക്കാൻ പറ്റാത്ത 1,00,000 എന്നൊക്കെ പറയുമ്പോൾ പേടിച്ചിരുന്ന ഒരു നാട്. ചെറുകുന്ന് സ്കൂളിൽ മാത്രം 2 കോടി രൂപയുടെ കെട്ടിടമായി എന്ന് മാത്രമല്ല, ആ 2ാമത്തെ കോടി രൂപയുടെ കെട്ടിടം പണിയുമ്പോൾ ആ കെട്ടിടത്തിലുണ്ടാകുന്ന ക്ലാസ് മുറികളൊക്കെ ഒരു ഘട്ടം എന്ന നിലയിൽ സ്മാർട്ട് ക്ലാസ് മുറികളാക്കുന്നതിനുള്ള സൗകര്യവും നമ്മുടെ സ്കൂളിൽ ഉണ്ടാക്കാൻ പറ്റും എന്ന ലക്ഷ്യം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ സന്തോഷപൂർവ്വം അവതരിപ്പിച്ചു. അതുകൊണ്ട് കുട്ടികളിനി വലിയ വലിയ സ്കൂളുകൾ പോയി തേടേണ്ട കാര്യമില്ല. അത് നമ്മുടെ സ്കൂളിൻ്റെ അഭിമാനകരമായിട്ടുള്ള ഒരു കണക്കാണ്. ആ കണക്കിലേക്ക് നമുക്ക് വരണമെങ്കിൽ ഒരു രസതന്ത്രം ഉണ്ടാകും. ഇപ്പോൾ നമ്മുടെ ഈ വേദിയുടെ പുറകിലിരിക്കുന്ന റോസ്റ്ററ്റുകാരൻ ഒരു തുവാലയെടുത്ത് വീശി ഇങ്ങനെ ഒറ്റവരിൽ ഓടിക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ ചോച്ചേരിക്കുന്ന അമ്പലത്തിൽ ഒരുപാട് പിള്ളേരിത് വട്ടം കറക്കി വിരലിട്ട് ഓടിക്കുന്ന കണ്ടപ്പോൾ ഞാനൊരു ചെറിയ ശ്രമം നടത്തി നോക്കിയതാണ്. എളുപ്പമല്ല. Standard 1 class first Edian KS.
സ്റ്റാൻഡേർഡ് 3 സ്റ്റാൻഡേർഡ് 4 ക്ലാസ് ഈ എൻഡോമെന്റ് തുക. കുട്ടനല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ പൂര മഹോത്സവം വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ചരിത്ര പ്രസിദ്ധമായ കുട്ടനല്ലൂർ ഭഗവതിയുടെ പൂരം മാർച്ച് 3 ചൊവ്വാഴ്ചയായിരുന്നു. രാവിലെ മുതൽ ക്ഷേത്രത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് തന്ത്രി ബ്രഹ്മശ്രീ അണിമംഗലം വല്ലഭൻ നമ്പൂതിരി കാർമ്മികനായി. സോപാന സംഗീതം, ഉച്ചയ്ക്ക് 2-ന് ആറാട്ടിന് എഴുന്നള്ളിപ്പ്, പാണ്ടിമേളത്തോടെ പകൽപൂരം, രാത്രി 7-ന് പഞ്ചവാദ്യത്തോടെ പനങ്ങാട്ടുകര ശാസ്താവിന്റെ എഴുന്നള്ളിപ്പ്, പാണ്ടിമേളത്തോടെ വീബിൽ ശാസ്താവിന്റെയും ചേമ്പൂര് ശാസ്താവിന്റെയും എഴുന്നള്ളിപ്പ്, പുലർച്ചെ 3-ന് പ്രസിദ്ധമായ കുട്ടനല്ലൂർ പഞ്ചാരിമേളം എന്നിവ മേളപ്രേമികളുടെ മനം നിറച്ചു. ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി അംഗങ്ങൾ, പൂരാഘോഷ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. യുദ്ധത്തിനെതിരെ ഡിസിസി സമാധാന സന്ദേശ ജ്വാല തെളിയിച്ചു. യുദ്ധം മനുഷ്യരാശിയോടുള്ള അനീതിയാണെന്ന സന്ദേശവുമായാണ് കെപിസിസിയുടെ ആഹ്വാനപ്രകാരം ഡിസിസിയുടെ നേതൃത്വത്തിൽ സമാധാന സന്ദേശ ജ്വാല തെളിയിച്ചത്. ഡിസിസി ഓഫീസിൽ നിന്ന് സന്ദേശ റാലിയായി തെക്കേ ഗോപുരനടയിൽ എത്തിച്ചേർന്ന് ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് സഹപ്രവർത്തകർക്ക് മെഴുകുതിരി ജ്വാല തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ MP വിൻസെന്റ്, ജോസ് വള്ളൂർ, TV ചന്ദ്രമോഹൻ, KV ദാസൻ, KB ശശികുമാർ, രാജേന്ദ്രൻ അരങ്ങത്ത്, ജോൺ ഡാനിയേൽ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, IP പോൾ, KK ബാബു, KB ജയറാം, KC അഭിലാഷ്, KP രാധാകൃഷ്ണൻ, ലീലാമ്മ തോമസ്, ഗോകുൽ ഗുരുവായൂർ, സന്തോഷ് ഐത്താടൻ, K ഗോപാലകൃഷ്ണൻ, TR സന്തോഷ്, ടോം ആന്റണി, ജോസ് മേച്ചേരി എന്നിവരും നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്
ISO certified laboratory, hematology, biochemistry, electrolytes, hormones, serology, clinical pathology, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്, വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയനൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. അമേരിക്ക ഇസ്രായേൽ കൂട്ടക്കുരുതിയുടെ യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഗൾഫിലെ മുഴുവൻ പ്രവാസികൾക്കും സുരക്ഷ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ട് CPI ജില്ലയിൽ മണ്ഡലം കേന്ദ്രങ്ങളിൽ പ്രതിഷേധ റാലികൾ സംഘടിപ്പിച്ചു. CPM തൃശൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധം തെക്കേ ഗോപുരനടയിൽ CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ലോകത്തെ വിവിധ രാജ്യങ്ങൾ ഇസ്രായേൽ ഇറാനുമേൽ നടത്തിയ ആക്രമണത്തിൽ അപലപിച്ചെങ്കിലും ഇന്ത്യ ഒരക്ഷരം മിണ്ടിയില്ലെന്ന് KG ശിവാനന്ദൻ കുറ്റപ്പെടുത്തി. ജില്ലാ കൌൺസിൽ അംഗം സാറാമ റോബ്സൺ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് KB സുമേഷ്, AIYF ജില്ലാ സെക്രട്ടറി ബിനോയ് ഷബീർ, T ഗോപിദാസ്, TR അനിൽകുമാർ, I സതീഷ് കുമാർ, റോസ്ലി, ഇബ്രാഹിം, സുരേന്ദ്രൻ എന്നിവരും സംബന്ധിച്ചു. അമേരിക്കയുടെയും ഈ ആക്രമണത്തെ ലോകരാജ്യങ്ങളെല്ലാം തന്നെ അപലപിച്ചു. എന്നാൽ ഇന്ത്യ അപലപിക്കാൻ തയ്യാറായിട്ടില്ല. ഇന്ത്യ എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി വ്യക്തമാക്കിയിട്ടില്ല ഇന്ത്യൻ ഭരണാധികാരി. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ ബോംബാക്രമണത്തിന്റെ 2 ദിവസം മുമ്പാണ് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സന്ദർശിക്കുന്നത്. ഇസ്രായേൽ സന്ദർശിച്ച സന്ദർഭത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ഭീകരാക്രമണത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന ഇസ്രായേലിന്റെ ഒപ്പമാണ് ഇന്ത്യ എന്നാണ്. പെയിന്റിംഗ് വർക്ക്ഷോപ്പിന്റെ മറവിൽ അനധികൃത മദ്യവിൽപ്പന 9 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ഒരാൾ അറസ്റ്റിലായി. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പോലീസ് നടത്തുന്ന സൂക്ഷ്മ പരിശോധനയിൽ അനധികൃതമായി സൂക്ഷിച്ച 9 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി മതിലകം ഓണച്ചമ്മാവ് സ്വദേശി ഈഴുവത്ര വീട്ടിൽ സജീഷിനെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബൈക്ക് പെയിന്റ് ചെയ്യാനെന്ന വ്യാജേന സാധാരണ വേഷത്തിൽ വർക്ക്ഷോപ്പിലെത്തിയ പോലീസ് കൃത്യമായ നിരീക്ഷണം നടത്തി പ്രതിയെ വലയിലാക്കിയത്. മതിലകം പോലീസ് സ്റ്റേഷൻ SHO വിമോദിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി തൃശൂർ എക്സൈസ് സ്ക്വാഡ് ടീം തൃശൂർ എക്സൈസ് ഇന്റലിജൻസ് ടീമുമായി മണ്ണുത്തിയിൽ നടത്തിയ ഓപ്പറേഷനിൽ 25 ഗ്രാമോളം MDMA-യുമായി ക്രിമിനൽ കേസ് പ്രതി അറസ്റ്റിൽ. ഒല്ലൂക്കര നെല്ലിക്കുന്ന് കുറ സ്വദേശി ചാലുശ്ശേരി പ്രവീൺ പ്രിൻസ് ആണ് MDMA വിൽപ്പനയ്ക്കിടെ പിടിയിലായത്. തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ CK സജികുമാറിന്റെയും സംഘത്തിന്റെയും നിർദ്ദേശപ്രകാരം സർക്കിൾ ഇൻസ്പെക്ടർ VJ റോയ്, IB ഇൻസ്പെക്ടർ AB പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസ്. ലഹരി വ്യാപനത്തിന്റെ
ഹോട്ട്സ്പോട്ടായ മണ്ണുത്തി കേന്ദ്രമാക്കി കഴിഞ്ഞ ഒരു മാസക്കാലത്തെ നിരീക്ഷണത്തിന്റെ ഭാഗമായാണ് കേസ് കണ്ടെടുത്തത്. നടപടികൾ തുടരുകയാണ്. ഹോട്ട്സ്പോട്ടുകൾ ഇനിയും പരിശോധന തുടരുമെന്നും ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി സംയുക്ത പരിശോധനകൾ നടത്തുമെന്നും എക്സൈസ് വൃത്തങ്ങൾ അറിയിച്ചു. പുത്തൻകാട് ചൈതന്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ 8ാമത് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. മത്സരത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പോസ്റ്ററിന്റെ പ്രകാശനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. മാർച്ച് 4, 5, 6, 7 തീയതികളിലായി മുത്താരുകുന്ന് പാടം മൈതാനിയിൽ വൈകിട്ട് 7 മുതലാണ് മത്സരം സംഘടിപ്പിക്കുക. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ, ഫുട്ബോൾ താരങ്ങളായ TG പുരുഷോത്തമൻ, ജിതിൻ MS, ഒല്ലൂർ SI ജീസ് മാത്യു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അഖിൽ PS, മിനി ഉണ്ണികൃഷ്ണൻ, പുത്തൂർ പഞ്ചായത്ത് മെമ്പർമാരായ മനു പുഴയ്ക്കൽ, CK തിലകൻ, റെജി പുറ്റാനിക്കൽ, സേതുമാധവൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. ടൂർണമെന്റ് കമ്മിറ്റി ഭാരവാഹികളായ സിനീഷ് പുല്ലാനിക്കൽ, KR കൃഷ്ണകുമാർ, KR ശങ്കരനാരായണൻ, ജിഷ്ണു, നിജോ എന്നിവർ നേതൃത്വം നൽകും. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ KP ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. VP സിംഗ് മന്ത്രിസഭയിലെ ഉപരിതല ഗതാഗത മന്ത്രിയായിരുന്നു. 6 തവണ വടകരയിൽ നിന്നുള്ള MP ആയിരുന്നു. KP ഉണ്ണികൃഷ്ണന്റെ നിര്യാണത്തിൽ പ്രതിപക്ഷ നേതാവ് അനുശോചിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ KP ഉണ്ണികൃഷ്ണന്റെ വിയോഗത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അനുശോചിച്ചു. സോഷ്യലിസ്റ്റ് നേതാവ് റാം മനോഹർ ലോഹിയുടെ ജവഹർലാൽ നെഹ്റു വിരോധത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസുകാരനായ സോഷ്യലിസ്റ്റായിരുന്നു KP ഉണ്ണികൃഷ്ണൻ. ആ സോഷ്യലിസ്റ്റ് മനസ്സ് ഇപ്പോഴും അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നുവെന്നും തുടർച്ചയായി 7 തവണ KP ഉണ്ണികൃഷ്ണൻ വിജയിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായും ഇടത് സ്ഥാനാർത്ഥിയായും വിജയം ആവർത്തിച്ചുവെന്ന അപൂർവതയും അദ്ദേഹത്തിനുണ്ട്. രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി എഴുത്തുകാരനും പ്രാസംഗികനും പത്രപ്രവർത്തകനുമായിരുന്നു KP ഉണ്ണികൃഷ്ണൻ. ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നികത്താനാകാത്ത നഷ്ടമാണ് ഇദ്ദേഹത്തിന്റെ വിയോഗം. കുടുംബാംഗങ്ങളുടെയും സഹപ്രവർത്തകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. +2 വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് മാർച്ച് 31 മുതൽ നീറ്റ് പരീക്ഷയുടെയും BSc നഴ്സിംഗ് കർണാടക പരീക്ഷയുടെയും എൻട്രൻസ് കോച്ചിംഗ് തികച്ചും സൗജന്യമായി നൽകുന്നു. കർണാടകയിലെ നവോദയ മെഡിക്കൽ കോളേജും തൃശൂരിലെ ലോഗോസ് അക്കാദമിയും സംയുക്തമായാണ് സൗജന്യ എൻട്രൻസ് പരിശീലനം നൽകുന്നത്. ഈ അവസരം പാഴാക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. ലോഗോസ് അക്കാദമി, ടെമ്പിൾ സ്ക്വയർ ബിൽഡിംഗ്, AR മേനോൻ റോഡ്, നായ്ക്കനാൽ, തൃശൂർ. ഫോൺ 9447063440, 9447063840. വാർത്തകൾ തുടരുന്നു. ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻസ് തൃശൂരിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ ബാധിതരായവർക്കും ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്കും ചികിത്സാ ധനസഹായം നൽകി. ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് നിർവഹിച്ചു. ഹ്യൂമൻ റൈറ്റ്സ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ശോഭന പുഷ്പാങ്കദൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വനിതാ വിംഗ് സെക്രട്ടറി ഡോക്ടർ ഇളവരശി P. ജയകാന്ത് സ്വാഗതം ആശംസിച്ചു. വനിതാ സെൽ ASI ശ്രീപ്രിയ, നിർഭയ വളണ്ടിയർ ശാലിനി ശ്രീശങ്കർ,
ഡിവിഷൻ കൌൺസിലർ രശ്മി ഉണ്ണികൃഷ്ണൻ, പുത്തൂർ പഞ്ചായത്ത് മെമ്പർ ഡെന്നി കണ്ടനാടൻ, ശശി പോട്ടയിൽ, സന്ദീപ് സഹദേവൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. ഹ്യൂമൻ റൈറ്റ്സ് മെമ്പർമാരായ ബിന്ദു കുട്ടൻ, ജോയ്സൺ ഇജെ, ടോണി തോമസ്, ടിറ്റു ആന്റണി, സിംസൺ എന്നിവർ നേതൃത്വം നൽകി. ഹ്യൂമൻ റൈറ്റ്സ് ജില്ലാ സെക്രട്ടറി സുലോചന PS നന്ദി അറിയിച്ചു. വാനനിരീക്ഷകർ കാത്തിരുന്ന പൂർണ്ണ ചന്ദ്രഗ്രഹണം നടന്നു. 2026 ആദ്യ പൂർണ്ണ ചന്ദ്രഗ്രഹണം തെളിഞ്ഞു. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ചുവപ്പ് നിറത്തിലുള്ള ചന്ദ്രൻ ആകാശത്ത് ദൃശ്യമായി. പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് ഭൂമിയുടെ നിഴൽ ചന്ദ്രനെയും മറച്ച് സൂര്യപ്രകാശത്തിലെ ചുവപ്പ് രശ്മികൾ ചന്ദ്രോപരിതലത്തിൽ പതിക്കുന്നു. ഇതാണ് ബ്ലഡ് മൂൺ. ഇന്ത്യൻ സമയം 3:20 ഗ്രഹണം ആരംഭിച്ചത്. ഇന്ത്യൻ സമയം 6:48 അവസാനിച്ചു. ഏകദേശം 6:20 മുതൽ ചന്ദ്രഗ്രഹണം ദൃശ്യമായി. ഇനി 2029 അടുത്ത ബ്ലഡ് മൂൺ ഉണ്ടാവുക. മാറാക്കൽ ക്ഷേത്രത്തിൽ മഹോത്സവത്തിന് കൊടിയേറി. മാർച്ച് 7 ഉത്സവം. മാറാക്കൽ ശ്രീ ദുർഗ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ചോതി മഹോത്സവത്തിന് കൊടിയേറി. മാർച്ച് 7 ശനിയാഴ്ചയാണ് ഉത്സവം. മാർച്ച് 1 രാത്രി 7:30 കൊടിയേറ്റ ചടങ്ങിന് ക്ഷേത്ര മേൽശാന്തി വിനയചന്ദ്രയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഭൂമി പൂജയും കൊടിമര പൂജയും നിർവഹിച്ചു. ക്ഷേത്രം ഭരണസമിതി അംഗങ്ങൾ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. ആദ്യം ശ്രീ ദുർഗയുടെയും തുടർന്ന് മഹാവിഷ്ണുവിന്റെയും പ്രതിഷ്ഠകൾക്ക് മുൻപിൽ കൊടിയേറ്റി. കൊടിയേറ്റ ദിവസം ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, ഉച്ചപൂജ, ശ്രീഭൂതബലി എന്നീ ക്ഷേത്രാചാര ചടങ്ങുകളും ഉണ്ടായിരുന്നു. കൊടിയേറ്റ ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കേരള പ്രവാസി സംഘം മണ്ണുത്തി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ റാലിയും വിശദീകരണവും മണ്ണുത്തി ബൈപ്പാസിനു സമീപം ഏരിയ പ്രസിഡന്റ് മൊയ്തുണ്ണി KMന്റെ അധ്യക്ഷതയിൽ ഏരിയ സെക്രട്ടറി V ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. NB മോഹനൻ, രവികുമാർ നാരങ്ങളിൽ എന്നിവർ സംസാരിച്ചു. ബോബി വൈശ്യപ്പാട്ട് നന്ദി അറിയിച്ചു. സുബൈദാലി, സൂര്യ K നായർ, രവീന്ദ്രാക്ഷൻ സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. അമേരിക്ക വളരെ ബോധപൂർവം ഉണ്ടാക്കുന്ന ഈ യുദ്ധക്കൊതി കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപ് വെനിസ്വേല പോലെ ഒരു സ്വതന്ത്ര രാജ്യത്തിലേക്ക് കടന്നു കയറുകയും ആ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രൂപത്തിലേക്ക് സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോയി ജയിലടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ ഒരു പ്രശ്നവും അവർ വളരെ സമാധാനമായി കഴിഞ്ഞിരുന്ന ഒരു രാജ്യമായിരുന്നു വെനിസ്വേല. പക്ഷെ അവർക്ക് ലക്ഷ്യം വയ്ക്കപ്പെടുന്ന വെച്ചാൽ അവിടുത്തെ മണ്ണുത്തി സ്റ്റേറ്റ് സീഡ് ഫാമിൽ ജില്ലാതല ഫാം ഫെസ്റ്റിന്റെ ഭാഗമായി ഡ്രോൺ ഉപയോഗിച്ച് നെൽവയലിൽ മരുന്ന് തെളിയിക്കുന്നത് കർഷകർക്കായി പ്രദർശിപ്പിച്ചു. 4 മിനിറ്റ് കൊണ്ട് 1 ഏക്കർ നെൽവയലിൽ മരുന്ന് തെളിയിക്കാൻ ഈ ഡ്രോൺ ഉപയോഗിച്ച് സാധിക്കും. നമുക്ക് ഡയറക്റ്റ് ഐ സൈഡിൽ കാണാൻ പറ്റും. അത് കാണാൻ പറ്റും. അത് നമുക്ക് തരികയാണ്. അങ്ങനെ സ്ഥലം നമ്മളത് ഇപ്പോൾ 1100, 1200 പറയുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ എവിടെയും ചെയ്തിട്ടില്ല. 1000 കൂടി അത് ഏക്കറേജിനനുസരിച്ച് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അല്ലല്ല നമ്മളുടെ മാത്രം മെഡിസിൻ സെപ്പറേറ്റ് ഫാർമർ അവർ തന്നെ. ഈ പിന്നെ മെഷീൻ വിൽക്കണുണ്ടോ? സെയിൽസ് നമ്മൾ ഡീലർഷിപ്പാണ്. നമ്മൾ സ്പ്രേ സർവീസും ഉണ്ട്, സെയിലും ഉണ്ട്, സർവീസും എല്ലാം ഉണ്ട്. വില ഇതിന് വരുന്നത് 9,80,000 രൂപ വരുന്നുണ്ട്. ഇത് 17 ലിറ്റർ ആയതുകൊണ്ട് 10 ലിറ്ററിന് 7,20. റബ്ബറിന് അടിക്കുന്ന സ്വീറ്റ് എന്ന് പറഞ്ഞ കമ്പനി 13 ലക്ഷം രൂപ വരുന്നു. ഇതിനൊക്കെ സ്മാമിൽ കൂടെ സബ്സിഡിയും കിട്ടും. സൈറ്റ് സർവീസാണ്. വാറണ്ടി എല്ലാം ഉണ്ട്. 1 ഇയർ വാറണ്ടി ഉണ്ട്. സൈറ്റ് സർവീസ് കൊടുക്കുന്നുണ്ട്. അവൻ ടെക്നീഷ്യനാണ്. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഓൺ സൈറ്റിൽ വന്ന് ചെയ്തു തരും.
ലൈസൻസ് എടുക്കണം. RPTയിൽ പോയിട്ട് ലൈസൻസ് എടുക്കണം. 10 ദിവസത്തെ ക്ലാസ്സാണ് വരുന്നത്. 7 ദിവസം പ്രാക്ടിക്കലും 3 ദിവസം തിയറി ക്ലാസ്. അതെടുത്ത് കഴിഞ്ഞാൽ മീഡിയം ലൈസൻസ് നമുക്ക് എടുക്കാൻ പറ്റും. അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഫ്ലൈ ചെയ്യും. പ്രോപ്പർ അടിക്കണമെങ്കിൽ കോൺഗ്രസ് നേതാവ് PV പത്രോസിന്റെ അനുസ്മരണം സംഘടിപ്പിച്ചു. പാണഞ്ചേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും നിർമ്മാണ തൊഴിലാളി യൂണിയൻ INTUC നേതാവുമായിരുന്ന PV പത്രോസിന്റെ 1ാം ചരമവാർഷികം ആചരിച്ചു. PV പത്രോസിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് അനുസ്മരണ യോഗം നടന്നു. പാണഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. പാണഞ്ചേരിയുടെ രാഷ്ട്രീയ ചാണക്യനായിരുന്നു PV പത്രോസ് എന്നും വളരെ കൃത്യതയാർന്ന രാഷ്ട്രീയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിൽ അഗ്രഗണ്യനായിരുന്നു PV പത്രോസ് എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഷാജി കോടങ്കണ്ടത്ത് പറഞ്ഞു. പാണഞ്ചേരി പഞ്ചായത്ത് ഓഫീസിന് സമീപം നടന്ന അനുസ്മരണ യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിനു KV അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി KC അഭിലാഷ്, KPCC മെമ്പർ ലീലാമ തോമസ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KN വിജയകുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീനു ടീച്ചർ, വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചൻ, INTUC ജില്ലാ സെക്രട്ടറി ബാബു തോമസ്, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KM പൌലോസ്, പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോളി ജോർജ്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മിനി ജിജോ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളായ ഷിബു പോൾ, റെജി പാണങ്കുടിയിൽ, വിനോദ് തേനമ്പറമ്പിൽ, രാമകൃഷ്ണൻ നമ്പ്യാട്ടിൽ, ജോർജ് M വർഗീസ്, കുര്യാക്കോസ് ഫിലിപ്പ്, KP എൽദോസ്, ഷൈജു കുര്യൻ, സജി ആൻഡ്രൂസ്, തങ്കായി കുര്യൻ, AC മത്തായി, തിമത്തി പാർലിക്കാടൻ, റോയ് ഒളവനാക്കുഴി, ഷിജോ P ചാക്കോ, അജി PC, പഞ്ചായത്ത് അംഗങ്ങളായ ജോജോ ജോർജ്, ജോസ് ഹ്യൂവർഡ്, അജു തോമസ്, അനൂപ്, ആര്യ ശരത്, സോഫി ജിജി, ഡീനാമോൾ എന്നിവർ നേതൃത്വം നൽകി. INTUC മണ്ഡലം പ്രസിഡന്റ് ബാബു പാണങ്കുടിയിൽ സ്വാഗതവും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് VB ചന്ദ്രൻ നന്ദിയും അറിയിച്ചു. രാഷ്ട്രീയക്കാരെയും അദ്ദേഹം വളരെയധികം പഠിക്കാറുണ്ട്, വളരെ ശ്രദ്ധിക്കാറുണ്ട്. മറ്റൊരു അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു വികസനത്തിന്റെ ഒരു അപ്പസ്തോലനായിരുന്നു. അതായത് ഈ പാണഞ്ചേരിയില് നമ്മൾ ഏത് റോട്ടിലൂടെ പോകുമ്പോഴും, ഏത് പാലത്തൂടെ പോകുമ്പോഴും, ഏത് പ്രദേശത്തൂടെ പോകുമ്പോഴും അത് ഒരു പത്രോസേട്ടന്റെ കരസ്പർശമുള്ള ഒരു വികസനമായിരിക്കും. എനിക്ക് ഓർമ്മയുള്ള ഒരു കാര്യമുണ്ട്. പത്രോസേട്ടൻ ഇവിടെ പാണഞ്ചേരിയിൽ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന കാലത്താണ് PC ചാക്കോ MP ആയി ഇരിക്കുന്ന കാലം. പത്രോസേട്ടനെ ഞാൻ മിക്കപ്പോഴും PC ചാക്കോന്റെ ഓഫീസിൽ കാണാം. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി അല്ലെങ്കിൽ ഒരു വികസനത്തിന്റെ കാര്യമുണ്ടായി അദ്ദേഹം അവിടെ സ്ഥിരമായി വരും. അദ്ദേഹം ആ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാണഞ്ചേരിക്ക് എങ്ങനെ വികസനം MP-യുടെ കയ്യിൽ നിന്നോ MLA-യുടെ കയ്യിൽ നിന്നോ എവിടുന്ന് വികസനം എങ്ങനെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് പത്രോസേട്ടന് കൃത്യമായ ജ്ഞാനമുണ്ടായിരുന്നു. അദ്ദേഹം ആ വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അശ്രാന്തമായി പരിശ്രമിക്കും. ഏത് ഫയലിന്റെയും പിന്നാലെ പോകും. വികസനം കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം, പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഒരു വികസനം വരുമ്പോൾ ആ വികസനം യാന്ത്രികമായി വരുന്നതാണെന്ന്. യാന്ത്രികമായിട്ടല്ല. ആ വികസനത്തിന്റെ പിന്നിൽ ഒരു പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ജനപ്രതിനിധി സ്ഥിരമായി ഉദ്യോഗസ്ഥന്മാരെ മുന്നിലേക്ക് ഫയലുമായി കയറി ഇറങ്ങി ഓരോ കടമ്പകൾ, അത് പ്രതിസന്ധികളൊക്കെ തീർത്ത് മുന്നോട്ട് പോയിട്ടാണ് ഒരു വികസനം കൊണ്ടുവരുന്നത്. അതുപോലെ ആ വലിയൊരു അക്ഷീണമായ ഒരു പ്രയത്നം ഉണ്ട് അതിന്റെ പിന്നിൽ. അങ്ങനെയുള്ള പ്രയത്നങ്ങൾ ഒരു മടിയും കൂടാതെ ഏറ്റെടുത്ത വ്യക്തിത്വമാണ് പത്രോസേട്ടൻ. PG ഗവൺമെന്റ് ITIക്ക് പുതിയ കെട്ടിടം ഉയരുന്നു. നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി K രാജൻ നിർവഹിച്ചു. PG ITI എന്നത് കുറച്ചു കാലമായുള്ള ആവശ്യമാണെന്നും PGയെ ജില്ലയിലെ വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിന് എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന ആലോചനയിൽ നിന്നാണ് ഇതിലേക്കും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളിലേക്കും എത്തിയതെന്നും മന്ത്രി പറഞ്ഞു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അടക്കമുള്ള വിവിധ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവരുമായി നടത്തിയ ചർച്ചയെക്കുറിച്ചും പദ്ധതിയുടെ നാൾവഴികളെക്കുറിച്ചും മന്ത്രി സംസാരിച്ചു. PG ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും LP സ്കൂളിലും നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് മന്ത്രി സംസാരിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിച്ചു.
വ്യാവസായിക പരിശീലന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ജി ഷൈൻകുമാർ സ്വാഗതവും PG ഗവൺമെന്റ് ITI പ്രിൻസിപ്പൽ PH രഹന നന്ദിയും അറിയിച്ചു. സംസ്ഥാന സർക്കാർ അനുവദിച്ച 3 ഏക്കറിൽ 7 കോടി രൂപ ചെലവിലാണ് ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. 2026 ബജറ്റിൽ 15 കോടി രൂപ കൂടി തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ അനുവദിച്ചു. വ്യാവസായിക പരിശീലന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോസ്റ്റൽ സൗകര്യങ്ങളോടുകൂടിയ ITI ആയി PG മാറും. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PS വിനയൻ, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യു നൈനാൻ, പഞ്ചായത്ത് അംഗങ്ങളായ സാവിത്രി സദാനന്ദൻ, സ്വപ്ന രാധാകൃഷ്ണൻ, CK കൃപ, അഡീഷണൽ ഡയറക്ടർ ഓഫ് ട്രെയിനിംഗ് P വാസുദേവൻ, ചാലക്കുടി ഗവൺമെന്റ് ITI പ്രിൻസിപ്പൽ സിന്ധു പോൾ, PTA പ്രസിഡന്റ് സജി ആൻഡ്രൂസ്, ഗവൺമെന്റ് ITI ട്രെയിനീസ് കൌൺസിൽ ചെയർപേഴ്സൺ EJ സൂര്യ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവരും പങ്കെടുത്തു. ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. PGITI എന്നുള്ളത് ദീർഘകാലമായി നമ്മുടെ ഒരു ആവശ്യമായിരുന്നു. ദീർഘകാലം എന്നൊക്കെ പറഞ്ഞാൽ സുവോളജിക്കൽ പാർക്ക് രൂപീകരിക്കാൻ ആഗ്രഹിച്ച 30 കൊല്ലം എന്നല്ല ഞാൻ അർത്ഥമാക്കിയത്. എങ്കിലും കുറച്ചു കാലമായി പ്രത്യേകിച്ച് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് പാണഞ്ചേരി പഞ്ചായത്തിന്റെ ഭരണസമിതിയുമായി വിവിധങ്ങളായിട്ടുള്ള കൂടിയാലോചനകൾ നടത്തിയപ്പോൾ നമുക്ക് PG കേവലം ഒരു ഉദ്യാനം മാത്രമായി തീരേണ്ടതല്ല. PGയെ പാണഞ്ചേരി പഞ്ചായത്തിന്റെ മാത്രമല്ല തൃശ്ശൂർ ജില്ലയുടെ ഒരു വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റാൻ എന്തു ചെയ്യണം എന്ന ആലോചന വന്നു. സ്വാഭാവികമായിട്ടും ഒരു വിദ്യാഭ്യാസ ഹബ്ബാവുമ്പോൾ അവിടെ നിലവിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മാത്രം പരിപോഷിപ്പിച്ചാൽ പോരാ. നമുക്ക് നിലവിലുള്ള സ്ഥാപനങ്ങളോടൊപ്പം പുതിയ സ്ഥാപനങ്ങൾ വരാനുള്ള ഒരു ആലോചന വേണം. എനിക്ക് തോന്നുന്നു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 4 ട്രേഡുകളോട് കൂടി ഒരു IT എന്ന ആശയം സാധാരണ നിലയിൽ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും ആ ആശയം എങ്ങനെ നടപ്പിലാക്കും എന്നുള്ളതിനെ കുറിച്ച് സംശയങ്ങളുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയുമായി ആ ഘട്ടത്തിൽ കൂടിയാലോചനകൾ ആരംഭിച്ചു. അങ്ങനെ PGITI ഔപചാരികമായി അനുവദിക്കുന്നത് കൊണ്ട് പ്രയാസമില്ല എന്ന നിലപാടിലേക്ക് അദ്ദേഹം വന്ന് ഇവിടെയുള്ള ചാലക്കുടി പ്രിൻസിപ്പാൾ അടക്കം നമ്മുടെ വിവിധ സ്കൂളുകളിലെ വിവിധ ITI തെങ്ങിൽ പൂത്തിറങ്ങിയ പാഴ്പൂക്കൾ വിസ്മയമായി. തെക്കുംകര പഴയ പഞ്ചായത്ത് കെട്ടിടമുറ്റത്ത് നിൽക്കുന്ന തെങ്ങിലാണ് നീളമുള്ള കാർക്കൂന്തൽ പോലെ പാഴ്പൂക്കൾ പൂത്തുലഞ്ഞ് മനോഹരിയായി നിൽക്കുന്നത്. പൂക്കൾ നിൽക്കുന്നത് കാണാൻ നിരവധി പേർ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. ഒരു ഇല പോലും ഇല്ലാതെ തെങ്ങിന്റെ അടിമുതൽ മുകൾ ഭാഗം വരെ പൂക്കൾ പൂത്തുലഞ്ഞു നിൽക്കുന്നു. കെട്ടിടത്തിൽ പുന്നമ്പറമ്പ് പോസ്റ്റ് ഓഫീസ്, പഞ്ചായത്തിന്റെ പകൽ വീട്, വടക്കാഞ്ചേരി BRCയുടെ കീഴിലുള്ള ബഡ് സ്കൂൾ, തെക്കുംകര വില്ലേജ് ഓഫീസ് എന്നീ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നു. വിവിധ ആവശ്യങ്ങൾക്കായി കെട്ടിടത്തിലെത്തുന്നവർക്ക് ഈ നയനചാരുത പകരുന്ന ദൃശ്യം ആശ്ചര്യമാണ്. കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ് NA സാബുവിന് നേരെ മർദ്ദനം. CPM ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണമെന്ന് സാബു. മർദ്ദനമേറ്റ സാബു തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുടുംബശ്രീയുടെ K ഇനം ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിംഗ് കാർഷിക സർവകലാശാല സെൻട്രൽ ഹാളിൽ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തി മത്സരക്ഷമവും ലാഭകരവുമാക്കുമെന്ന് മന്ത്രി P രാജീവ്. ചെറുകുന്ന് ഗവൺമെന്റ് LP സ്കൂളിന്റെ 73ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും എൻഡോമെന്റ് വിതരണവും റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടനല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം മഹോത്സവം വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.